കുറേ നേരമായി ഇവിടെ അയൺ തപ്പി അങ്ങനെ എന്ത് മെനക്കെട്ട പണിയുണ്ട്. മെനക്കെട്ട പരിപാടിയാണ് അളിയാ. അളിയാ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കിയാലോ? സത്യം ഭയങ്കര മെനക്കേട്. ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊരു അയൺ ഫാം റെഡിയാക്കാൻ പോവുകയാണ്. അതിൻ്റെ ബിൽഡിംഗ് എല്ലാം അണ്ണൻ കാണിച്ചു തരും അല്ലേ അണ്ണാ? അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ബിൽഡിങ്ങിലോട്ട് പോകാം. അണ്ണാ പോവാം. അപ്പോൾ നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 9x9 ഒരു സ്ക്വയർ ഉണ്ടാക്കണം. 2 ബ്ലോക്ക് ഡീപ്പായ 9x9 സ്ക്വയർ. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9. അങ്ങോട്ട് 9 ബ്ലോക്ക്. ഇനി 4 ചുറ്റും ഇതേപോലെ വാട്ടർ ബക്കറ്റ് വയ്ക്കണം. 1, 2, 3, 4. എന്നിട്ട് ആ സെൻറ്ററിൽ പോയിട്ട് സെൻറ്ററിലെ ഫെൻസ് ഗേറ്റ് വെച്ചുകൊണ്ട് 4 ചുറ്റും ഇതേപോലെ ഫെൻസ് വയ്ക്കുക. നിനക്കത് ഫെൻസ് ഗേറ്റ് വേണ്ട, പൊട്ടിച്ചളയാം. എന്നിട്ട് ഇതൊക്കെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് 30 ബ്ലോക്സ് താഴോട്ട് ഡിഗ് ചെയ്യണം. എനിക്ക് ഒറ്റയ്ക്ക് ഡിഗ് ചെയ്ത് പണിയെടുക്കാൻ വയ്യ. അതുകൊണ്ട് ഇത് ഞാൻ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് നൻപരെ കൊണ്ട് ഡിഗ് ചെയ്യിപ്പിക്കും. മുപ്പത് ബ്ലോക്ക് നമ്മൾ താഴെ ഡിഗ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 3x3 ആയിട്ടുള്ള അകത്തോട്ടൊരു ഇതുണ്ടാക്കണം, നമ്മളെ ചെസ്റ്റ് ഹോപ്പറൊക്കെ വയ്ക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ടണൽ ഡിഗ് ചെയ്യണം, നമുക്ക് മേലോട്ട് കയറി പോകാനായിട്ട്. ഇങ്ങോട്ട് ഇവിടെ തന്നെ പോയി നോക്കാം. നമ്മൾ എന്നിട്ട് ഇവിടെ ചെസ്റ്റ് വയ്ക്കുക, ഡബിൾ ചെസ്റ്റ്. അതിനെല്ലാം നമുക്ക് 9 ഹോപ്പർ അതിലോട്ട് കണക്ട് ചെയ്യണം. 10 ഉണ്ടാക്കി വെച്ചേക്കണം. നമ്മളിങ്ങനെ 9 സൈൻ ബോർഡ് ഇതേപോലെ വയ്ക്കുക. ലാവ ബക്കറ്റ് ഇതായി സെൻറ്ററിൽ അങ്ങ് വെച്ചതുപോലെ വയ്ക്കുക. ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഈ അയൺ ഫാമിൻ്റെ കുറച്ച് 3 ബ്ലോക്ക് അകത്തോട്ട് വന്നിട്ട് താഴോട്ട് ഡിഗ് ചെയ്തേക്കണതാണ്. താഴോട്ട് 6 ബ്ലോക്ക് ഡിഗ് ചെയ്തതിന് ശേഷം ഒരു 3x2 ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ 2 സ്ലാബും ഒരു ട്രാപ്പ് ഡോറും വെക്കണം. ടോർച്ചസ് ഇതേമാതിരി രീതിയിൽ വെക്കണം. എന്നിട്ട് ആ ടോർച്ച് വെച്ചതിൻ്റെ അവിടെ കൂടെ ഒരു ടണൽ മേളോട്ട് ഉണ്ടാക്കണം. എന്നിട്ട് അവിടെ ഒരു ബോട്ട് വയ്ക്കണം ഇതേപോലെ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ടണലിൽ ഫുൾ ടോർച്ചസും വെക്കണം. ട്രാപ്പ് ഡോറും വെക്കണം.
ഇനി നമുക്ക് ഇതേപോലെ 4 സൈലോഡ് ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ 4 സൈലോഡ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. 4 സൈഡ് നമ്മൾ പക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി സോംബിയെ പിടിച്ചിടണം, വില്ലേജിനെ പിടിച്ചിടണം. അതൊക്കെ നൻപറുടെ പണിയാണ്. നൻപർ പുഷ്പം പോലെ ചെയ്തെടുക്കും. അതുവരെ ഞാൻ പോണു. ടാറ്റാ ബബ. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് നമ്മുടെ പണി, അണ്ണൻ പറഞ്ഞ നമ്മളെ പണി നമുക്ക് ചെയ്യുക. വില്ലേജസിനെ കൊണ്ടിടുക. സോംബീനെ അണ്ണൻ 2 പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബാക്കിയും കൂടെ പിടിച്ചിടണം. അപ്പം ഞാൻ അത് ചെയ്യാം. അവർക്ക് വരണോ? അവർക്ക് വരാം. നല്ല കിടിലൻ റൈഡാണ്. ഫ്രീ ആണ്. ഫ്രീ. What? Bro, what are you talking about? നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള അയം കിട്ടാൻ വേണ്ടിയാണ്. ആരെങ്കിലും വരിക സഹോദരരെ. നമ്മുടെ കോടി സമയമായി. വട കുട്ട കാര്യം നോക്കിപ്പോ. ഈ മരത്തിൽ ഒന്ന് പിടിച്ചിടണം. ഓക്കെ, അതാണ് നെക്സ്റ്റ് പരിപാടി. ഇവിടെ തള്ളല്ലേ Have a great time. അയ്യോ എന്റെ കുട്ടൻ പോടാ. അയ്യോ ആ പോയി. അയ്യോ വേണം. ഒരാള് മതിയാണ്. അപ്പോൾ സാഹചര്യം നമ്മുടെ വില്ലേജസിനെ അതിൻ്റെ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട്. ബൈ ദ ബൈ അയൺ ഫാം വർക്കിംഗ് ആണ് കേട്ടോ. നമ്മളിവിടെ നിന്നപ്പോൾ തന്നെ വില്ലേജറിനെ പിടിച്ചിട്ടോണം നിന്നപ്പോൾ തന്നെ പാതി ഇതും സ്പോണായിക്കൊണ്ടിരുന്നു. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട്. ഇതൊക്കെ അങ്ങ് പൊട്ടിച്ചളയാ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഔട്ട്പുട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ അയൺ ഫാമിൻ്റെ കളക്ഷൻ ഏരിയയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്ര കുറേ ഇപ്പോഴും തന്നെ വേണ്ട നമ്മൾ അയൺ ഫാം വർക്കിംഗ്. ഓ മൈ ഗാഡ്, ഇത്രയും ഉണ്ട് ഗൈസ്. ഇത്രയും മതിയോ? പോരാ, നമുക്കിനി ബീക്കണൊക്കെ സെറ്റ് ചെയ്യണം. അതിന് ഇഷ്ടം പോലെയാണ്, എങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. സോ അവർ അയൺ ഫാം ഈസ് എഫിഷ്യൻറ്റ്. പിന്നെ എഫിഷ്യൻറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ 2-3 മണിക്കൂറായിട്ട് നമ്മളിതാ ഇവിടെ AFK വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബാക്കിൽ അയൺകോളം വന്ന് ഇപ്പോഴും വീണ് കത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് 2 മണിക്കൂർ നിന്ന് എൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടാലോ ഗൈസ്? നോക്ക് ഗൈസ്, എന്താ ഇത് ഗൈസ്? നമ്മളുടെ അയൺ ഫാം ഭയങ്കര എഫിഷ്യൻ്റ് ആണ്. അപ്പം ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുവരെ ടാറ്റ ബൈ ബൈ.